കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലെ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഗാനമേളയ്ക്കിടെയായിരുന്നു സംഘർഷം. യുവാക്കൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ പിടിയിലായിട്ടുണ്ടോ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തിരുനക്കര ക്ഷേത്രത്തിൽ ഗാനമേളയായിരുന്നു. ഗാനമേളക്കിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടന്നത്. യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ക്രൂരമായിട്ടുള്ള രീതിയിൽ അതിക്രമം നടത്തുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം നിയന്ത്രണാതീതമായ ജനക്കൂട്ടമായിരുന്നു ഇന്നലെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ക്ഷേത്ര മൈതാനം മുഴുവൻ നിറച്ച് ആളുകളാൽ നിബിഡമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യമായിട്ട് ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഈ സംഘർഷം രൂക്ഷമായതിനു ശേഷമാണ് പോലീസിന് അങ്ങോട്ടേക്ക് എത്താനും ഇവരെയൊക്കെ തന്നെ ഓടിച്ചുവിടാനും ഒക്കെ തന്നെ സാധിച്ചിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. രാവിലെയും കുറെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ബാക്കി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പരിശോധിച്ചതിന് ശേഷം ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് കേസെടുത്തുകൊണ്ടുള്ള അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടക്കുമെന്ന് തന്നെയാണ് വെസ്റ്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.